സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഋഷഭ് ഷെട്ടിയും നിത്യ മേനോനും മികച്ച നടിയും നടനും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പൃഥ്വിരാജ് മികച്ച നടനും മികച്ച നടി ഉർവശിയും. ISROയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം. SSLV D3 വിക്ഷേപണം വിജയം. EO-08 ബഹിരാകാശത്തെത്തിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് വിഷയം. UAPA ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ട കേസെന്ന് VD സതീശൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ നാളെ പുറത്തുവിടും. ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള സമാധാന ചർച്ചകൾക്ക് മികച്ച തുടക്കമെന്ന് US. വാർത്തകൾ വിശദമായി. 70ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമാ ലോകം പുരസ്കാര നിറവിൽ. മികച്ച ചിത്രമായി മലയാള ചലച്ചിത്രം ആട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച തിരക്കഥയ്ക്കും ചിത്ര സംയോജനത്തിനുമുള്ള പുരസ്കാരവും ആട്ടം കരസ്ഥമാക്കി. സൗദി വെള്ളക്കിയാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടൻ ഋഷഭ് ഷെട്ടിയും മികച്ച നടിയായി നിത്യ മേനോനും അവാർഡുകൾ നേടി. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് കന്നഡ ചിത്രമായ കാന്താര നേടിയപ്പോൾ മാളികപ്പുറത്തിലെ ശ്രീപത് ബാലനടനായും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനിടെ 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീന R ചന്ദ്രനും പങ്കിട്ടു. ബ്ലസ്സിയാണ് മികച്ച സംവിധായകൻ. മികച്ച ചിത്രത്തിന് അവാർഡ് ലഭിച്ച ആട്ടത്തിൽ സെറിൻ ശിഹാബ്, വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജോൺ, നന്ദൻ ഉണ്ണി എന്നിവരോടൊപ്പം 9 പുതുമുഖങ്ങളാണ് എത്തിയത്. അനിരുദ്ധ് അനീഷാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. രംഗനാഥ് രവിയായിരുന്നു സൗണ്ട് ഡിസൈൻ. ബേസിൽ CJ ആണ് പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം തരുൺ മൂർത്തി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് സൗദി വെള്ളയ്ക്ക. ഒരു കേസിനാസ്പദമായ സംഭവമാണ് സിനിമ പറഞ്ഞിരിക്കുന്നത്. ലുക്മാൻ അവറാൻ, ദേവി വർമ്മ, സിദ്ധാർത്ഥ് ശിവ, ബിനു പപ്പു, സുജിത് ശങ്കർ, ഗോകുലൻ, ശ്രിദ്ധ, റിയ സൈറ, ധന്യ, അനന്യ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. അതേസമയം 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ച് മന്ത്രി സജി ചെറിയാൻ. ആടുജീവിതം മികച്ച നടനും സംവിധായകനുമടക്കം 9 പുരസ്കാരങ്ങളാണ് ചിത്രം സ്വന്തമാക്കിയത്. ആടുജീവിതത്തിലൂടെ ബ്ലെസ്സി മികച്ച സംവിധായകനും ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനായി പൃഥ്വിരാജിനെയും തിരഞ്ഞെടുത്തു. മികച്ച കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രവും ആടുജീവിതമാണ്. ആടുജീവിതത്തിലെ ഹക്കീമായ KR ഗോകുലിനെ പ്രത്യേക ജൂറി പുരസ്കാരം. കാതലിലെ തങ്കനിലൂടെ സുധി കോഴിക്കോടിനും പ്രത്യേക ജൂറി പുരസ്കാരം നേടി. സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. സംവിധായകൻ പ്രിയനന്ദനും ഛായാഗ്രാഹകൻ അഴകപ്പനുമാണ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഭീകരപ്രവർത്തനത്തിന് തുല്യമായ വിദ്വേഷ പ്രചരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ തെളിവും ഉണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി കൂട്ടുകാരെ സംരക്ഷിക്കുകയാണ്. കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് കളങ്കമാണെന്നും നിയമപോരാട്ടം തുടരുമെന്നും VD സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള കൃത്യമായിട്ടുള്ള വെല്ലുവിളിയാണ്. കാരണം ഇതൊരു ഭീകര പ്രവർത്തനത്തിന് സമാനമായ ഒരു വിദ്വേഷ പ്രവർത്തനമാണ്. സമൂഹത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി നടത്തിയ ഹീനമായ ഒരു ശ്രമമാണ്. സത്യത്തിൽ 2 ലഘുലേഖ കയ്യിൽ വെച്ചതിനാണ് UAPA പ്രകാരം 2 കുട്ടികൾക്കെതിരായിട്ട് ഈ ഗവൺമെന്റ് കേസെടുത്തത്. ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്തതിന്റെ പേരിലാണ് രാഹുൽ മാങ്കുട്ടത്തിലുള്ള വീട്ടിൽ വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്ത് കുറേ ദിവസം ജയിലിലിട്ടത്. ശബരിനാഥ് മുൻ MLAക്കെതിരായിട്ട് കേസെടുത്തത് ഇതിന്റെ പേരിലാണ്. സർക്കാരിനെ വിമർശിച്ചാൽ അവർക്കെതിരായിട്ട് കേസെടുക്കും. കോവിഡ് കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിന് അവർക്കെതിരായിട്ട് കേസെടുത്തു. ദുരിതാശ്വാസ നിധി ഞങ്ങൾ കൊടുക്കില്ല, ഞങ്ങൾ വേറെ പുറത്തെ നേരിട്ട് സഹായിക്കില്ല എന്ന് പറഞ്ഞവർക്കെതിരായിട്ട് കേസെടുത്തു. നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ട് കേസെടുക്കുന്നില്ല. കേരളത്തിലെ പോലീസിന് അറിയാം ഇത് ആരാണ് ചെയ്തത്, ഏത് വ്യക്തിയാണ് ചെയ്തത്, എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്, ഇത് ആരെല്ലാമാണ് ഷെയർ ചെയ്തത്. ഇത് മുഴുവൻ CPM ഹാൻഡിലുകളാണ്. വ്യാജമായി ഒരു യൂത്ത് ലീഗുകാരന്റെ പേരിൽ ഒരു വ്യാജ ഷോട്ടുണ്ടാക്കി അത് CPM നേതാക്കന്മാർ തന്നെ ഇത് പ്രചരിപ്പിച്ചു. അത് ചെയ്ത CPM DYFI നേതാക്കൾ സംരക്ഷിക്കുന്നു. ഈ മുഖ്യമന്ത്രി എവിടെയാണ് കേരളത്തിന്റെ? കുറച്ച് ദിവസമായി കണ്ടിട്ട് ഇതൊന്നും അറിയുന്നില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കേരളത്തിൽ വർഗീയ സംഘർഷം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിദ്വേഷ പ്രവർത്തനം നടത്തിയതിന് ഒരു കേസ് പോലും എടുക്കാതെ നിൽക്കുന്നത് ഈ മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? മുഖ്യമന്ത്രി മറുപടി പറയണം. മുഖ്യമന്ത്രിയാണ് ഇവരെ മുഴുവൻ സംരക്ഷിക്കുന്നത്. അദ്ദേഹമാണ് ഈ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്നത്. ഇത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. CPMന്റെ ഉന്നതന്മാരായ നേതാക്കളും അവരുടെ കുടുംബവും ഉൾപ്പെട്ട വലിയ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പിന്റെ അന്നോ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമോ വേണമെങ്കിൽ വർഗീയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഷോട്ടാണിത്, കാഫിർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കേരളത്തിന് അപമാനകരമായ ഒരു സംഭവമാണ്. കേരളത്തിന്റെ ഒരു മതേതര ബോധ്യത്തിന് കളങ്കം ചാർത്തിയ ഒരു സംഭവമാണ്. എന്നിട്ടും ഗവൺമെന്റും മുഖ്യമന്ത്രി പരസ്യമായിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത്. അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് പറയണം. പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തതിന് ആ ഉദ്യോഗസ്ഥനാണ് ട്രാൻസ്ഫർ ചെയ്തത്. എന്നിട്ട് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് പോലുമില്ല. ബാക്കി നാട്ടിലെല്ലാവരും അറിഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പത്രത്തിൽ വായിച്ചിട്ടാണ് പോലീസ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് അറിഞ്ഞു. അല്ലാത്ത കാര്യമൊക്കെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉപജാപക സംഘവും അറിയുന്നുണ്ടല്ലോ. ആ ഉപജാപക സംഘം, ഞങ്ങൾ നിരന്തരമായി പറയുന്നത്, അവരാണ് ഇത്തരം ക്രിമിനലുകളെ മുഴുവൻ സംരക്ഷിക്കുന്നത്. ഇത് ഉന്നത തലത്തിൽ നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. ഇത് മലബാറിൽ മാത്രമല്ല, മധ്യ തിരുവിതാംകൂറിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൂക്ഷ്മതയോടുകൂടി ഞങ്ങൾ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, സംഘപരിവാർ വിദ്വേഷ പ്രവർത്തനത്തിൽ ഗവേഷണം നടത്തുന്ന ആളുകളാണ് അവർ പോലും നാണിച്ച് ഇവരുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ഏതറ്റം വരെ നിയമപരമായി ഞങ്ങൾ നേരിടും. ഞങ്ങൾ നിയമപരമായി നേരിട്ടുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നത്. വിമർശിച്ചാൽ കേസെടുക്കും, വിദ്വേഷം പ്രചരിപ്പിച്ചാൽ കേസില്ല, ഡിവൈഎഫ്ഐക്കാരനെ ചോദ്യം ചെയ്താൽ വിവരം കിട്ടും. പക്ഷേ ചെയ്യുന്നില്ല. ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടാണ് സത്യം പുറത്തു വന്നത്. ഇല്ലെങ്കിൽ കാസിമിന്റെ തലയിൽ ഇരുന്നേനെ. UPA ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ട കേസാണ് ഇതെന്നും അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷ പ്രചാരങ്ങൾ തുടരുമെന്നും VD സതീശൻ പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് മൊഴിയെടുത്ത ശേഷം വിട്ടയച്ച CPM അനുകൂല സാമൂഹ്യ മാധ്യമങ്ങളിലെ അഡ്മിന്മാരുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് പോലീസ്. ചോദ്യം ചെയ്തവരുടെ മേൽവിലാസം രേഖപ്പെടുത്താതെയാണ് ഹൈക്കോടതിയിലും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് CPMുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് UDFന്റെ തീരുമാനം. കാഫിർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തവരുടെ പേര് സഹിതമാണ് വടകര SHO ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഓരോരുത്തരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സ്ക്രീൻഷോട്ട് ചെയ്ത സമയം ഉൾപ്പെടെ റിപ്പോർട്ടിലുണ്ട്. ഇവരുടെ പേര്, അച്ഛന്റെ പേര് സഹിതമാണ് റിപ്പോർട്ട്. പക്ഷെ മേൽവിലാസം രേഖപ്പെടുത്തിയിട്ടില്ല. പോസ്റ്റ് ആദ്യം ബ്രെഡ് ആൻഡ് കൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത റിബേഷ് രാധാകൃഷ്ണനെ കുറിച്ചുള്ള വിവരം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നത്. റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ പോസ്റ്റിട്ട അമൽ റാം, അമ്പാടിമുക്ക് ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ്, പോരാളി ഷാജി ഫേസ്ബുക്കിന്റെ അഡ്മിൻ വഹാബ് എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവച്ചത് ഇവരാണെന്ന് വ്യക്തമായിട്ടും പ്രതി ചേർക്കുന്നതിന് പകരം സംരക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് പോലീസ് സേനകളിൽ തന്നെ അഭിപ്രായമുണ്ട്. ഈ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്ത KK ലതിക ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാവാത്തത് CPMന്റെ സമ്മർദ്ദം മൂലമാണെന്ന് UDF ആരോപിക്കുന്നു. CPM പയ്യോളി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുവരെയും പോസ്റ്റ് നീക്കിയിട്ടുമില്ല. ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് UDF തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിൽ അടുത്ത തിങ്കളാഴ്ച RMPയും UDFും വടകര റൂറൽ SP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഇതിനു പുറമെ CPMനെതിരെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാകുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് IMA അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ആശുപത്രി ജീവനക്കാർക്കെതിരായ അക്രമങ്ങൾ തടയുവാൻ കേന്ദ്ര നിയമം വേണം. ആശുപത്രിയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി വേണം എന്നിവയാണ് സമരക്കാരുടെ ആവശ്യങ്ങൾ. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർമാരെയും 5 ഉദ്യോഗസ്ഥരെയും CBI ചോദ്യം ചെയ്തു. ബലാത്സംഗ കൊലയിൽ 1-ലധികം പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് CBI. അതിനിടെ ആർജികർ മെഡിക്കൽ കോളേജിലെ സമരത്തിന് പിന്തുണയുമായി സിനിമ TV താരങ്ങളും രംഗത്തെത്തി. ആലിയ ഭട്ട്, ഋതിക് റോഷൻ, സാറ അലി ഖാൻ, കരീന കപൂർ തുടങ്ങിയവർ ഇരയ്ക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടു. ദില്ലിയിലെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരും ജീവനക്കാരും ഒരുമിച്ച് ഉച്ചയ്ക്ക് 2-ന് പ്രതിഷേധിക്കും. അതേസമയം രാജ്യവ്യാപകമായി ജോലി മുടക്കി പ്രതിഷേധം കടുപ്പിക്കുകയാണ് IMA. നാളെ രാവിലെ 6 മണി മുതൽ 24 മണിക്കൂറാണ് പ്രതിഷേധം. ആവശ്യ സർവീസുകൾ ഒഴികെ എല്ലാവരോടും പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ IMA ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും 48 മണിക്കൂറിനുള്ളിൽ പിടികൂടിയില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് ഗവർണർ CV ആനന്ദബോസ് മുന്നറിയിപ്പ് നൽകി. കേസിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ ശക്തവും നീതിയുക്തവുമായ നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ സർക്കാർ ഡോക്ടർമാർ ഇന്ന് കരിദിനം ആചരിക്കും. സംസ്ഥാനത്തെ PG റെസിഡന്റ് ഡോക്ടർമാരും ഹൗസ് സർജന്മാരും സമരത്തിൽ പങ്കുചേരും. OPയും വാർഡ് ഡ്യൂട്ടിയും പൂർണ്ണമായി ബഹിഷ്കരിക്കും.
അത്യാഹിത വിഭാഗത്തെയും പ്രസവരോഗ വിഭാഗത്തെയും സമരത്തിൽ നിന്ന് ഒഴിവാക്കിയതായി KGMOA അറിയിച്ചു. സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുന്നതിനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും KGMOA ഈ മാസം 18 മുതൽ 31 വരെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും സുരക്ഷാ ക്യാമ്പയിൻ നടത്തും. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മാർട്ട് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ 1-ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-08 വഹിച്ചുകൊണ്ടാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:17 റോക്കറ്റ് കുതിച്ചത്. SSLVയുടെ അവസാന പരീക്ഷണ വിക്ഷേപമായിരുന്നു ഇത്. 4, 3, 2, 1, 0. +5 seconds. Superb liftoff of SSLV D3 EOS-08 mission. Sleek rocket steering through the skies. जी हाँ, यह सफलतापूर्वक उत्थापन SSLV D3 लॉन्च व्हीकल का और यह अपनी उद्दिष्ट दिशा की ओर बढ़ चला है. ഇൻഫ്രാറെഡ് ചിത്രങ്ങളെടുക്കുവാൻ കഴിവുള്ള ചെറിയ ഉപഗ്രഹമായ EOS-08 ISRO ഏറ്റവും കുഞ്ഞൻ വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ഭ്രമണപഥത്തിലെത്തിച്ചത്. ഏകദേശം 11 മിനിറ്റ് സമയം കൊണ്ട് വിക്ഷേപണം പൂർത്തിയായി. കാലാവസ്ഥാ നിരീക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും EOS-08 വിവരങ്ങൾ നൽകാൻ കഴിയും. പകൽ രാത്രി വ്യത്യാസമില്ലാതെ EOS-08 പകർത്തുന്ന ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ ഭൗമനിരീക്ഷണത്തിന് ഏറെ സഹായകരമാകും. 1 വർഷത്തെ ദൗത്യ കാലാവധിയാണ് ഈ ഉപഗ്രഹത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. SSLV എന്ന ഇസ്രോയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനത്തിന്റെ 3ാമത്തെ പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത്. ദൗത്യ വിജയത്തോടെ SSLV വിക്ഷേപണം പൂർത്തിയായതായി ഇസ്രോ ചെയർമാൻ S. സോമനാഥ് അറിയിച്ചു. ഇനി വിക്ഷേപണ വാഹന നിർമ്മാണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും. ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരെയും ഇസ്രോ ചെയർമാൻ അഭിനന്ദിച്ചു. 2002 ഓഗസ്റ്റിൽ നടന്ന ആദ്യ SSLV വിക്ഷേപണം പരാജയമായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടന്ന 2ാം വിക്ഷേപണം വിജയകരമായി. PSLVക്കും GSLVക്കും പുറമെ ISRO ഉപയോഗിക്കുന്ന 3ാമത്തെ വിക്ഷേപണ വാഹനമാണ് SSLV. 2 മീറ്റർ വ്യാസവും 34 മീറ്റർ ഉയരവുമുള്ള SSLVക്ക് 120 ടൺ ഭാരമുണ്ട്. 56 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. നിർമ്മാണ സമയവും വിക്ഷേപണ ചെലവും വളരെ കുറവാണെന്നുള്ളതാണ് വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന SSLVയുടെ സവിശേഷത. റഷ്യൻ മണ്ണിൽ സ്വയം പ്രതിരോധത്തിനായി യുക്രൈന് തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം. റഷ്യക്കുള്ളിൽ യുക്രൈൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ ബ്രിട്ടൻ തടയില്ലെന്നും പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ ഭാഗമായ കുർസ്ക് മേഖലയിൽ യുക്രൈൻ സൈനികർ പ്രവർത്തിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരുന്നു. റഷ്യൻ അതിർത്തിക്കുള്ളിലെ കുർസ്ക് മേഖലയിൽ ഈ മാസം 6-ന് ആരംഭിച്ച കരയധിനിവേശം യുക്രൈൻ സൈന്യം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. റഷ്യൻ വ്യോമമേഖലയിൽ യുക്രൈൻ വലിയ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. കൃത്യവും സമയോചിതവും ഫലപ്രദവുമായ ആക്രമണമെന്നാണ് സെലൻസ്കി ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. യുക്രൈൻ ഡ്രോണുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതുപോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഡ്രോണുകൾ കൊണ്ട് മാത്രം ചെയ്യാനാകാത്ത കാര്യങ്ങൾ അവിടെയുണ്ട് എന്നും സെലൻസ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യുക്രൈനെ ലക്ഷ്യം വെച്ച റഷ്യയുടെ 29 ഡ്രോണുകൾ യുക്രൈൻ വ്യോമസേന തകർത്തെന്നാണ് റിപ്പോർട്ടുകൾ. എയർക്രാഫ്റ്റ് മാതൃകയിലുള്ള 117 ഡ്രോണുകളും 4 മിസൈലുകളും തകർത്തതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. യുക്രൈൻ ആക്രമണം കടുപ്പിച്ചതോടെ കുർസ്കിലും ബെൽഗൊരോദിലും നിന്നായി 1.3 ലക്ഷത്തിലേറെ പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. യുക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റെന്നും വീടുകൾ തകർന്നെന്നും സ്ഥിതി ഗുരുതരമാണെന്നും ബെൽഗൊരോദ് ഗവർണർ വ്യാച്യസ്ലാവ് ഗ്ലാഡ്കോ പറഞ്ഞു. യുക്രൈൻ ആക്രമണം കടുപ്പിച്ചതോടെ നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. മരണഭയത്തിൽ ആയിരക്കണക്കിന് പേർ പലായനം ചെയ്തിട്ടുണ്ട്. 2022 യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് റഷ്യൻ മണ്ണിൽ യുക്രൈൻ സൈന്യം കടക്കുന്നത്. വയനാട് ദുരന്തത്തെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുവാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാനും അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കുവാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവായ മുന്നറിയിപ്പുകളല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തത്തെ പ്രതിരോധിക്കുവാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ ഉയരാൻ വേണ്ട ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തും നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ പൊതുവായ ശാസ്ത്രാവബോധത്തിൽ കോട്ടമുണ്ടാകുന്നു എന്ന സാഹചര്യം നാം കാണാതെ പോകരുത്. കേവലം കോട്ടം വരൽ മാത്രമല്ല, അന്ധവിശ്വാസങ്ങളുടെ
ദുരാചാരങ്ങളുടെ പ്രാകൃത അനുഷ്ഠാനങ്ങളുടെ പുനരുജ്ജീവനത്തിലേക്ക് പോലും പോകുന്നു. ഏത് ഇരുണ്ട ഘട്ടത്തെ താണ്ടിയാണോ പുതുകാലത്തേക്ക് വന്നത്, ആ കാലത്തിൻ്റെ അന്ധകാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജാതിയെയും വർഗീയതയെയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നു. അത് നമ്മുടെ മതനിരപേക്ഷതയെപ്പോലും അപകടത്തിലാക്കുന്നു. ഇതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാമെന്നത് നാം ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തേണ്ടതുണ്ട്. ശാസ്ത്രാവബോധത്തിലുണ്ടാകുന്ന പിന്നോട്ടുപോക്ക് വിഘടന വിഭാഗീയ പ്രവണതകൾക്ക് വളം വെക്കുന്ന അവസ്ഥ പോലും സൃഷ്ടിക്കുന്നുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇത്തരം പ്രവണതകൾ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ഒരു ജനത എന്ന നിലക്ക് നാം സവിശേഷ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. രാജ്യത്തെവിടെയും വിവേചനങ്ങളും അതിക്രമങ്ങളും നേരിടുന്ന ജനവിഭാഗങ്ങളോട് ഐക്യപ്പെടാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിലനിൽപ്പ് ഉറപ്പുവരുത്താനും നാം ബദ്ധശ്രദ്ധരായിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അശാസ്ത്രീയ പ്രചരണങ്ങളെയും വിഘടന വിഭാഗീയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ നാടിന് മുന്നേറാൻ കഴിയും. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. പൊതുവായ മുന്നറിയിപ്പുകളല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ഉയർച്ച ഉറപ്പുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുക രാജ്യത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളുടെ സമതുലിതമായ വികസനമാണ്. എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തവും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശവും ഉറപ്പുവരുത്താതെ പ്രാദേശികമായ അസന്തുലിതാവസ്ഥകൾക്ക് പരിഹാരം കാണാൻ കഴിയുകയില്ല. അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണതോതിൽ അർത്ഥവത്താക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം തന്നെ പ്രാദേശിക അസന്തുലിതാവസ്ഥകൾക്ക് ആക്കം കൂട്ടുന്ന നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെയാകെ ജാഗരൂകമായ സമീപനത്തിനും കാര്യക്ഷമമായ ഇടപെടലിനും വലിയ പ്രസക്തിയുണ്ട്. ജനകീയ പങ്കാളിത്തത്തോടെ വികസനക്ഷേമ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അധികാര വികേന്ദ്രീകരണം ഉറപ്പുവരുത്തുന്നതിലുമെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തവും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശവും ഉറപ്പുവരുത്താതെ പ്രാദേശികമായ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണതോതിൽ അർത്ഥവത്താക്കാൻ കഴിയുകയുള്ളൂ. പ്രാദേശിക അസന്തുലിതാവസ്ഥകൾക്ക് ആക്കം കൂട്ടുന്ന നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖകരമായ പശ്ചാത്തലത്തിലാണ് കേരളം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം മാത്രമല്ല, ഇന്ത്യയാകെ ആ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ഘട്ടമാണിത്. എന്നാൽ നമുക്ക് ഇതും അതിജീവിക്കേണ്ടതുണ്ട്. നാടിന്റെ പൊതുവായ അതിജീവനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യത്തിന്റെ 8 ദശാബ്ദത്തോളം ആകുന്ന ഈ ഘട്ടം ഒരു തിരിഞ്ഞ നോട്ടത്തിൻ്റേത് ആകേണ്ടതുണ്ട്. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ട ഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ, അവയിൽ എന്തൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കണം. ഇനിയും നേടിയെടുക്കാനുള്ളത് എന്തൊക്കെയാണ്, അതിനായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രസക്തമാകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്രാജ്യാധിപത്യത്തിനു പകരം ജനാധിപത്യം രാജ്യത്തു നിലവിൽ വരുത്തുക എന്നതായിരുന്നു സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ ജീവൻ ബലിയർപ്പിച്ചവരുടെ സ്വപ്നം. നമ്മുടെ ജനാധിപത്യം വെല്ലുവിളി നേരിട്ടപ്പോഴൊക്കെ അത് സംരക്ഷിക്കാൻ ഇന്ത്യൻ ജനത ഒന്നാകെ ജാഗരൂകരായി നിലകൊണ്ടിട്ടുണ്ട്. അത്തരം ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഓരോ ഇന്ത്യക്കാരനുമുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യദിനവും നൽകുന്നത്. ശാസ്ത്രാവബോധത്തിലുള്ള പിന്നോട്ടുപോക്ക് വിഘടന, വിഭാഗീയ പ്രവണതകൾക്ക് വളം വയ്ക്കുന്ന അവസ്ഥ പോലും സംജാതമാകുന്നുണ്ട്. ഇത്തരം പ്രവണതകൾ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ സമൂഹം സവിശേഷ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവിടും. സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാകും പ്രസിദ്ധീകരിക്കുക. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് എതിരായ ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് നടപടി. വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 223 പേജ് മാത്രമാണ് നാളെ പുറത്തുവരിക. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമ പ്രവർത്തകർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കും. രാവിലെ 11-ന് സെക്രട്ടേറിയറ്റിലെ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നാണ് റിപ്പോർട്ട് കൈമാറുക. റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നിയമ തടസ്സം മാറിയതോടെയാണ് സർക്കാർ നടപടി വേഗത്തിലാക്കിയത്. 2019 ഡിസംബർ 31-നാണ് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. എന്നാൽ സ്വകാര്യത ചൂണ്ടിക്കാട്ടി സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. WCC ഉൾപ്പെടെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ മുഖം തിരിക്കുകയായിരുന്നു. ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ നിർബന്ധിതമായത്. ഇതിനിടെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാവ് സജി പാറയിൽ നൽകിയ ഹർജിയും കോടതി തള്ളിയിരുന്നു. 4.5 വർഷത്തിനു ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. പക്ഷേ 300 പേജുള്ള റിപ്പോർട്ടിലെ സുപ്രധാന പേജുകളൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം 2017 ജൂലൈയിലാണ് ഹേമ കമ്മിറ്റിയെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് KB വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ 3-അംഗ കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത്. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയും അക്രമവും പരിശോധിക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമാണ് കമ്മിറ്റിയെ നിയമിച്ചത്. സിനിമാ വ്യവസായത്തിന്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമാധാന ചർച്ചകൾക്ക് മികച്ച തുടക്കമെന്ന് US. CIA ഡയറക്ടർ വില്യം ബെൻസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആരംഭിച്ചതായി US ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു. വ്യാഴാഴ്ച മികച്ച തുടക്കമായിരുന്നെന്നും ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്നും കിർബി വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജൂലൈ 31-ന് ടെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെയാണ് ഗാസയിൽ വെടിനിർത്തലിന് US മുൻകൈയെടുക്കുന്നത്. ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി US യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നതിനാൽ ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നാണ് USന്റെ ആവശ്യം. വ്യാഴാഴ്ചത്തെ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നും എന്നാൽ മധ്യസ്ഥരുമായുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്നും ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു. US പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് അവസാനത്തോടെ ആവിഷ്കരിച്ച സമാധാന ഉടമ്പടി നടപ്പിലാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അധിനിവേശം നടത്തിയെന്ന് അംഗീകരിച്ചാൽ ചർച്ചകൾക്ക് ഞങ്ങൾ സമ്മതിക്കും. പക്ഷേ ഇതുവരെ പുതുതായി ഒന്നുമില്ല എന്നും ഹംദാൻ വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. പാലസ്തീൻ ജനതയെ കൊല്ലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ സമയം നൽകുന്ന നീണ്ട ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നും ഹംദാൻ പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഒരിക്കൽ മാത്രമാണ് വെടിനിർത്തൽ നടപ്പിലായത്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ പിടികൂടിയ 105 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചപ്പോൾ നവംബറിലായിരുന്നു വെടിനിർത്തൽ. ഇസ്രായേൽ ജയിലിലുണ്ടായിരുന്ന 240 പാലസ്തീനികളെ വിട്ടയച്ചതിനു പകരമായാണ് 105 ബന്ദികളെ ഹമാസ് വിട്ടയച്ചത്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 225 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഓണക്കാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കുവാനുള്ള
വിവിധ പ്രവർത്തനങ്ങൾക്കായാണ് തുക അനുവദിച്ചത്. ബജറ്റ് വിഹിതത്തിന് പുറമെ 120 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് അധികമായി ലഭ്യമാക്കിയതെന്നും ധനവകുപ്പ് വ്യക്തമാക്കുന്നു. വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വകയിരുത്തൽ 205 കോടി രൂപയാണ്. കഴിഞ്ഞ മാസം 100 കോടി രൂപ അനുവദിച്ചിരുന്നു. ബാക്കി 105 കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 120 കോടി രൂപ അധികമായി നൽകാൻ ധനവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് മന്ത്രി അറിയിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിപണി ഇടപെടലിന് ബജറ്റിൽ 205 കോടി രൂപയായിരുന്നു വകയിരുത്തൽ. എന്നാൽ ആകെ 391 കോടി രൂപ സപ്ലൈകോയ്ക്ക് സർക്കാർ അനുവദിച്ചിരുന്നു. അതേസമയം ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ നൽകിയ വിതരണക്കാർക്ക് മാത്രം 650 കോടിയിലേറെ രൂപ കുടിശ്ശികയിലാണ്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഓഫറും വിലക്കിഴിവും ഉൾപ്പെടെ വിവിധ പാക്കേജുകൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നടക്കുന്നുണ്ട്. എന്നാൽ 13 ഇന സബ്സിഡി സാധനങ്ങളിൽ പകുതി പോലും പല വിൽപ്പനശാലകളിലുമില്ല. ഓണത്തിനു മുന്നോടിയായി സംസ്ഥാനത്തെ ആവശ്യ സാധനങ്ങളുടെ വില നിലവാരം ചർച്ച ചെയ്യുകയും വിവിധ വകുപ്പുകൾ സ്വീകരിച്ചിട്ടുള്ള നടപടികളും മന്ത്രി വിലയിരുത്തുകയും ചെയ്തു. ഗംഗാവലി പുഴയിൽ കലക്കവെള്ളമായതിനാൽ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ദുഷ്കരമായേക്കുമെന്ന് വിലയിരുത്തൽ. നാവികസേന ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടങ്ങി. NDRFന്റെ മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ നടത്തും. കലക്കവെള്ളമായതിനാൽ നദിക്കടിയിലെ ദൃശ്യങ്ങൾ കാണാനാകുന്നില്ലെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ പറഞ്ഞു. പുഴയിലേക്ക് മറിഞ്ഞ വലിയ ആൽമരവും ഇന്ന് കരയ്ക്കെത്തിക്കും. കാർവാറിൽ നിന്നാണ് നാവികസേനയുടെ സംഘം എത്തിയിരിക്കുന്നത്. അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും തിരച്ചിൽ നടത്തുക. ഈ ഭാഗം കഴിഞ്ഞ ദിവസം നാവികസേന അടയാളപ്പെടുത്തിയിരുന്നു. അന്ന് മണ്ണിടിച്ചിലിൽ കാണാതെ പോയ ടാങ്കറിന്റേതെന്ന് സംശയിക്കപ്പെടുന്ന ലോഹഭാഗങ്ങൾ കിട്ടിയ ഭാഗവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഡ്രെജർ എത്തുന്നതുവരെ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചാകും തിരച്ചിൽ തുടരുക. അർജുൻ ഉൾപ്പെടെ 3 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കർണാടക സ്വദേശികളായ ജഗന്നാഥ്, ലോകേഷ് എന്നിവരാണ് കാണാതായ മറ്റുള്ളവർ. മഴ മാറി നിന്ന കാലാവസ്ഥ അനുകൂലമാണെങ്കിലും ഇന്ന് വെള്ളം കലങ്ങിയൊഴുകുകയാണ്. കഴിഞ്ഞ ദിവസം മേഖലയിൽ കനത്ത മഴ പെയ്തിരുന്നു. കാഴ്ച പരിമിതി പ്രശ്നമാകുമോ എന്നാണ് ഇന്നത്തെ അനിശ്ചിതത്വം. ആഴത്തിലേക്ക് പോയാലും വലിയ പാറ കഷ്ണങ്ങളും മരങ്ങളും മണ്ണും ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവയുടെ അടിയിലാകാം ലോറിയുടെ ഭാഗങ്ങളും മറ്റുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലിലും ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇന്ന് കണ്ടെത്തിയ ലോഹഭാഗം അർജുൻ ഓടിച്ച ലോറിയുടേത് അല്ലെന്നും ടാങ്കറിന്റേത് ആകാനാണ് സാധ്യതയെന്നും ലോറിയുടെ RC ഉടമ മുബീൻ പറഞ്ഞു. ഗോവയിലെ ഡ്രെഡ്ജിംഗ് കമ്പനിയുടെ MD ആണ് ഡ്രെഡ്ജർ എത്തിക്കുന്നത് വൈകുമെന്ന് അറിയിച്ചത്. ഇതിനുശേഷമേ ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ പുറപ്പെടുമെന്നും മഹേന്ദ്ര പറഞ്ഞു.